ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യാണ്. പാർട്ട് 1 റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയററ്റിക്കൽ പാർട്ട് ഡിസ്കസ് ചെയ്തു. പാർട്ട് 2ലും പാർട്ട് 3ലും 2 ഇലുസ്ട്രേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർട്ട് 2ൽ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് തുടങ്ങി പാസ്ബുക്ക് ബാലൻസിൽ അവസാനിച്ചു. പാർട്ട് 3ൽ പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് തുടങ്ങി ക്യാഷ് ബുക്ക് ബാലൻസിൽ അവസാനിച്ചു. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പാർട്ട് 4ലും പാർട്ട് 5ലും നമ്മൾ പരിശോധിക്കുന്നത്. ഇലുസ്ട്രേഷനിലേക്ക് പോവാം. On March 31, 2017, Rakesh had an overdraft of rupees 8,000 as shown by his cash book. രാകേഷിൻ്റെ ക്യാഷ് ബുക്ക് പ്രകാരം അയാൾക്ക് 8,000 രൂപ ഓവർഡ്രാഫ്റ്റ് ആണ്. ചെക്ക് അമൗണ്ടിങ് ടു rupees 2,000 had been paid in by him but were not collected by the bank. 2,000 രൂപയുടെ ചെക്ക് ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആ എമൗണ്ട് ബാങ്കിൽ കളക്ഷനായിട്ട് വന്നിട്ടില്ല. Then he had issued checks of rupees 800 which were not presented to the bank for payment. 800 രൂപയുടെ ചെക്ക് രാകേഷ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു സപ്ലയർക്ക് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും ബാങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. There was a debit in his passbook of rupees 60 for interest. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ 60 രൂപ ഇൻട്രസ്റ്റ് അവർ ബാങ്ക് അക്കൗണ്ടിൽ പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. There was a debit in his passbook of rupees 100 for bank charges. വേറൊരു 100 രൂപ ബാങ്ക് ചാർജസ് എന്നുള്ള രീതിയിൽ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ഒരു ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാലൻസ് അല്ല, ഓവർഡ്രാഫ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ക്യാഷ് ബുക്ക് പ്രകാരം ഓവർഡ്രാഫ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഏത് വെച്ച് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നമുക്കൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരം തന്നെ നമ്മൾ തുടങ്ങണം. അവസാനിക്കുന്നത് പാസ്ബുക്ക് പ്രകാരം ഒന്നുകിൽ ബാലൻസ് ആവും, അല്ലെങ്കിൽ അത് ഓവർഡ്രാഫ്റ്റ് ആയിട്ടും അവസാനിക്കാം. ഇതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാം. On March 31, 2017, Rakesh had an overdraft of rupees 800 as shown by his cash book. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ക്യാഷ് ബുക്ക് പ്രകാരം 8,000 രൂപ ഓവർഡ്രാഫ്റ്റ് ആണ്. We are starting from cash book balance means overdraft and ends at passbook balance. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എവിടെ അവസാനിക്കും? പാസ്ബുക്ക് ബാലൻസിൽ അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റിൽ അവസാനിപ്പിക്കും. ചിത്രങ്ങൾ നോക്കുക. ക്യാഷ് ബുക്കിൽ നിന്നാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് പാസ്ബുക്കിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തുടങ്ങാം. ഒന്നാമത്തെ എൻട്രി നമുക്ക് എഴുതാം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഫോർമാറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ രാകേഷ് ആസ് ഓൺ April 1, 2017. സീരിയൽ നമ്പർ 1. ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. നേരത്തെ 2 ഇലുസ്ട്രേഷനിലും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരുന്നു. ഈ ഇലുസ്ട്രേഷനിൽ ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. നേരത്തെ ഇലുസ്ട്രേഷനിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, ബാലൻസ് ആണെങ്കിൽ പ്ലസ്സിലും ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ മൈനസിലുമാണ് എഴുതേണ്ടത്. അതാണ് ഈ ഇലുസ്ട്രേഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. ചെക്ക് അമൗണ്ടിങ് ടു rupees 2,000 had been paid in by him but were not collected by the bank. 2,000 രൂപയുടെ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാങ്ക് അത് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല.
അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കാം. ഇപ്പോൾ 2000 രൂപ നമ്മൾ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് നമ്മളത് എഴുതുക. അതുകൊണ്ട് ബാങ്ക് ബാലൻസ് നമ്മൾ 2000 കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എവിടെ എഴുതിയിട്ടില്ല? പാസ്ബുക്കിൽ അത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നും പാസ്ബുക്കിലേക്കാണ് പോകുന്നത്. 2000 രൂപ നമ്മൾ എവിടെ കൂട്ടി എഴുതിയിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ കൂട്ടി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചിത്രങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ക്യാഷ് ബുക്കിൽ നിന്ന് ഇനി പാസ്ബുക്കിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? 2000 രൂപ മൈനസ് ചെയ്യണം. മൈനസ് 2000 ലെസ് 2000 ഫ്രം ക്യാഷ് ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് പാസ്ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എഴുതാം. സെക്കൻഡ് പോയിന്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എവിടെ എഴുതണം? മൈനസിൽ എഴുതണം. അടുത്ത പോയിന്റ്, ഹി ഇഷ്യൂഡ് ചെക്സ് ഓഫ് ₹800 വിച്ച് വെയർ നോട്ട് പ്രസന്റഡ് ടു ദ ബാങ്ക് ഫോർ പേയ്മെന്റ്. 800 രൂപയുടെ ചെക്ക് ഒരു ക്രെഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് ബാങ്കിൽ എത്തിയിട്ടില്ല. അങ്ങനെ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ പേയ്മെന്റ് സൈഡിലാണ് എഴുതുക. പേയ്മെന്റ് സൈഡിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് കുറയുക എന്നാണ് അർത്ഥം. ₹800 റെഡ്യൂസ്ഡ് ഇൻ ക്യാഷ് ബുക്ക് വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ്. ചിത്രങ്ങൾ നോക്കുക. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ് പോകുന്നത്. പേയ്മെന്റ് നടത്തുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് 800 എന്ത് ചെയ്യും? നമ്മൾ കുറച്ചെഴുതും അല്ലേ? പേയ്മെന്റ് നടക്കുമ്പോൾ ബാങ്ക് ബാലൻസ് നമ്മൾ കുറക്കും. പക്ഷെ അതെവിടെ കുറച്ചിട്ടുണ്ടാവില്ല? പാസ്ബുക്കിൽ കുറച്ചിട്ടില്ല. കാരണം ചെക്ക് ഈസ് വിത്ത് ദ ക്രെഡിറ്റർ. ചെക്ക് ക്രെഡിറ്ററുടെ കയ്യിലാണ്, എവിടെ എത്തിയിട്ടില്ല? ബാങ്കിൽ ഇതുവരെയും പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തുമ്പോൾ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ക്യാഷ് ബുക്ക് താഴെയാണ്, പാസ്ബുക്ക് മുകളിലാണ്. 800 രൂപ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ആഡ് ₹800 ടു ദ ക്യാഷ് ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് പാസ്ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെന്റിൽ മൂന്നാമത്തെ പോയിന്റ് എഴുതണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. 800 നമ്മൾ പ്ലസ്സിൽ എഴുതി. നെക്സ്റ്റ്, there was a debit in his passbook of ₹60 for interest. ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇൻട്രസ്റ്റ് സാധാരണ ക്രെഡിറ്റ് ആണ് ചെയ്യുക, ഡെപ്പോസിറ്റ് ആണെങ്കിൽ. ഇത് ഓവർ ഡ്രാഫ്റ്റ് ആയത് കാരണം ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ്ബുക്കിൽ അവർ 60 രൂപ നമ്മളുടെ ബാലൻസിൽ നിന്ന് അവർ കുറച്ചിട്ടുണ്ട് അല്ലേ? ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് കുറക്കുക എന്നാണ് മീനിങ്. 60 രൂപ അവർ കുറച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ നോക്കുക. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ്. പാസ്ബുക്കിൽ അവർ 60 രൂപ ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്ബുക്ക് എന്താണ്? താഴെയാണ്. 60 രൂപ താഴെയാണ്. ക്യാഷ് ബുക്കിൽ നമ്മളത് എഴുതിയിട്ടില്ല. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണമെങ്കിൽ 60 രൂപ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ലെസ് ₹60 ഫ്രം ക്യാഷ് ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് പാസ്ബുക്ക് ബാലൻസ്. നാലാമത്തെ പോയിന്റ്, ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് എവിടെ എഴുതണം? മൈനസിൽ 60 രൂപ എഴുതണം. There was a debit in his passbook of ₹100 for bank charges. നേരത്തെ ചെയ്ത അതേ ഇഫക്റ്റ് ആണ്. ഇതും ഡെബിറ്റ് ചെയ്തായിട്ടാണ്. 100 reduced in the passbook as bank charges. പാസ്ബുക്കിൽ 100 രൂപ ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞവർ ബാങ്കുകാർ കുറച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ നോക്കുക. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ്. 100 രൂപ പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് ഇനി പാസ്ബുക്കിലേക്ക് എത്തണമെങ്കിൽ താഴോട്ട് വരണം. എത്ര വരണം? 100 കുറക്കണം. അപ്പോഴാണ് നമുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് എവിടെ എത്താൻ പറ്റുള്ളൂ? പാസ്ബുക്കിൽ എത്താൻ കഴിയുള്ളൂ. ലെസ് ₹100 ഫ്രം ക്യാഷ് ബുക്ക് ബാലൻസ് ടു റീച്ച് അറ്റ് പാസ്ബുക്ക് ബാലൻസ്. സ്റ്റേറ്റ്മെന്റിൽ അഞ്ചാമത്തെ പോയിന്റ്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് മൈനസിൽ 100 എഴുതി. എല്ലാ പോയിന്റുകളും എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യണം. ഇതിൽ മൈനസിലാണ് കൂടുതൽ. മൈനസ് കോളം ടോട്ടൽ ചെയ്തു. അത് 2 സ്ഥലത്തും എഴുതി. ഇനി 10,160 നിന്ന് 800 രൂപ മൈനസ് ചെയ്യുമ്പോൾ 9,360 കിട്ടും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ഓവർ ഡ്രാഫ്റ്റിൽ തുടങ്ങി
ഇനി നമ്മൾ അവസാനിക്കുന്നത് പാസ്ബുക്ക് പ്രകാരമുള്ള ഓവർഡ്രാഫ്റ്റിലാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഓവർഡ്രാഫ്റ്റിൽ തുടങ്ങിയിട്ട് ബാലൻസ് മൈനസ് കോളത്തിൽ ബാലൻസ് കിട്ടുകയാണെങ്കിൽ, ഓവർഡ്രാഫ്റ്റ് തുടങ്ങിയപ്പോൾ മൈനസ് കോളത്തിലാണ് തുടങ്ങിയത്, ഇനി അവസാനം കിട്ടുന്ന ബാലൻസ് കിട്ടുന്നതും മൈനസ് കോളത്തിലാണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ്. എന്തല്ല, ഓവർഡ്രാഫ്റ്റ് അല്ല, അത് പാസ്ബുക്കിൽ ബാലൻസ് ആയി മാറിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് മാത്രമാണ് സെയിം കാറ്റഗറിയിലുള്ള ബാലൻസ് ആയിട്ട് വരുന്നത്. ഓവർഡ്രാഫ്റ്റിൽ തുടങ്ങി ഓവർഡ്രാഫ്റ്റിൽ അവസാനിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഈ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ബാലൻസ് എഴുതുന്നത് മൈനസ് കോളത്തിലാണെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ഇല്ലസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്.